നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയില്ലേ, അതിൻ്റെ പേര് നിർദ്ദേശിച്ച യൂസഫ് മഹർ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന് ആ ആത്മാവിന് ഒരിക്കൽ കൂടി നമ്മൾ നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യും. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. മറ്റൊന്ന് SNDP, MES, NSS അതുപോലെയുള്ള സാമുദായിക സംഘടനകൾ ഗവൺമെൻറ് പുതിയ നിയമം അനുസരിച്ച് ബൈലോ ഇപ്പോൾ കോമൺ ആയിട്ട് ബൈലോ ആണ്. അതിൽ ഒരു കാര്യം കൂടി വരുത്തണം. 2 ടേമിൽ കൂടുതൽ ഒരു വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. 2 ടേം മാക്സിമം വന്നാൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം, 3 വർഷം അല്ലെങ്കിൽ 6 വർഷം. അങ്ങനെ നിയമം കൂടി എഴുതി ചേർക്കണം വിനീതമായിട്ട് സർക്കാരോട് പറയണം. കാരണം സർക്കാരിൻ്റെ പല ആനുകൂല്യം വാങ്ങുന്നതാണ്. ഇത് കസേരയിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കുടുംബം, അവരുടെ ജാതി പറയാൻ പറ്റില്ല, എല്ലാവരും ജാതിയില്ലേ, അവരുടെ കുടുംബം അവരുടെ സിൽബന്ധികൾക്കും വേണ്ടി സമ്പാദിച്ചാൽ ആ സമുദായത്തെ പാടി മറന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈഴവ സമുദായം കഴിഞ്ഞ 30-35 വർഷമായിട്ട് വെള്ളപ്പള്ളി കഴിച്ച ശേഷം സമുദായത്തെ എന്ത് കണ്ട് അതമ്പതിപ്പിച്ചുകൊണ്ട് ആ സമുദായത്തിൽ ബുദ്ധിയുള്ളവർ മനസ്സിലാണ്. NSS അത് തന്നെയാണ്, MES ഒക്കെ അത് തന്നെയാണ്. അപ്പോൾ അത് നിയമം ഉണ്ടാകും. മറ്റൊന്ന് അഭയ കേസിൽ അതിലൊരു സ്ത്രീ കഥാപാത്രത്തെ കൃത്രിമമായിട്ട് എന്താ പറയുന്നത്, അതായത് കന്യകയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഓപ്പറേഷൻ നടത്തിയാണ്. അത് കോടതിയിൽ കേസ് വന്നപ്പോൾ തെളിയിക്കാൻ വേണ്ടി ഇന്നത്തെ കോൺഗ്രസ് നേതാവ് ജഗദീഷ്, സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ രമ, അവർ പോലെ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ അപേക്ഷിച്ച് കൂടുതൽ സ്നേഹത്തിലും അടുപ്പത്തിലായിരുന്നു. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഈ ജഗദീഷ് അന്ന് അച്ഛന്മാർ സഭയൊക്കെ അതിനുവേണ്ടി എത്ര 1000 കോടി മുടക്കാൻ തയ്യാറായതല്ലോ. എന്തെങ്കിലും പാരിതോഷ്യം പറ്റി വൈഫോട് പറഞ്ഞ് വൈഫ് അന്ന് സർട്ടിഫിക്കറ്റ് മാറ്റിക്കൊടുത്തതിനാണ്. അത് വൈഫ് ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിന് ഒരു കാരണവശാലും ജഗദീഷ് ശ്രമം നടത്തിയില്ല. ആ ജഗദീഷ് ജീവിച്ചിരിക്കുകയാണ്, വൈഫ് മരിച്ചുപോയി. ആ വൈഫിൻ്റെ ആത്മാവ് നമ്മൾ ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ടും ജീവിച്ചിരിക്കുന്ന ജഗദീഷിന് ഒരിക്കൽ കൂടി അഭിനന്ദനവും ആശംസകളും നേർന്നുകൊണ്ടും നമ്മൾ തുടങ്ങാം. പെട്രോൾ, ഡീസൽ യുദ്ധത്തിൻ്റെ പേരിൽ ചാർജ് കൂട്ടിയിട്ടും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ചാർജ് കുറയ്ക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല, കാണുന്നില്ല. നമ്മുടെ നയാര കമ്പനി, അത് ഗുജറാത്ത് കേന്ദ്രമായിട്ടാണ്. അവർക്ക് 6600 ഔട്ട്ലെറ്റ് മുഖേന ഏതാണ്ട് 20 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്, 1 ബില്യൺ 100 കോടിയാണ്. അപ്പോൾ 20 മില്യൺ എന്ന് പറഞ്ഞാൽ 2 കോടി മെട്രിക് ടണ്ണാണ് ഒരു കൊല്ലത്തിൽ അവർ സപ്ലൈ ചെയ്യുന്നത്. 2 കോടി മെട്രിക് ടൺ. അവർ 5 രൂപ പെട്രോളിനും 3 രൂപ ഡീസലിനും കുറച്ചു. പക്ഷെ നമ്മുടെ സർക്കാർ വില കുറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അതൊരു പരിതാപകരമായ അവസ്ഥയാണ്. അത് ചിന്തിക്കണമെന്ന് പറയാം. മറ്റൊന്ന്, ഈ VM സുധീരനും AK ആന്റണി അവர்களுം ആണ് 2 കോൺഗ്രസ്സിലെ മാതൃകാ പുരുഷന്മാരെന്ന് ചിലവർ വിചാരിക്കും, അവരും ധരിക്കുന്നത്. അവർ 2 പേരും
അവരുടെ ഇമേജിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ അവരുടെ ഭരണപരിഷ്കാര കാലത്തും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ചില അപാകത പറ്റിയിട്ടുണ്ട്. അതാണ് ഒന്ന് ചാരാ നിരോധനം. സുധീറിൻ്റെ കാലത്താണെങ്കിലും സുധീരൻ മുഖ്യമന്ത്രി അല്ല KPC പ്രസിഡന്റ് ആയിപ്പോൾ ചില വീഴ്ച പറ്റിയുണ്ട്. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ഇന്ന് VM സുധീറിനെ കുറിച്ച് ചില കുബുദ്ധികൾ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പാർട്ടിക്ക് ഒരു ക്ഷീണമാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് VM സുധീരൻ ഉമ്മൻചാണ്ടിയേക്ക് എതിർപ്പ് അത് 3 വർഷം കഴിഞ്ഞ ശേഷമാണ്. ഇത് 1 മാസത്തിന് മുമ്പ് തന്നെ ഇന്നത്തെ സതീഷിനെ എതിർക്കുന്നു എന്നുള്ളൊരു പരാതിയാണ്. നന്മയും തെന്മയ്ക്ക് കാലാവധിയില്ലല്ലോ. അത് ഒരു നിമിഷം അത് 3 വർഷം കഴിഞ്ഞിട്ട് നന്മയ്ക്കെതിരെ അല്ലെങ്കിൽ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അത് ലഹരി കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അത് എടുക്കാൻ മന്ത്രിസഭ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയല്ലേ. അതിലെന്ത് ന്യായീകരണമുണ്ട്? ഒരു ഞാൻ പറയും, എന്ത് തെറ്റും നമുക്ക് ചെയ്യാം, പക്ഷെ അതിൽ ഒരു ന്യായീകരണം ഉണ്ടായിരിക്കണം. അതിലെന്ത് ന്യായീകരണം? മദ്യത്തിന്, ലഹരി കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നികുതി കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്ത്? അതുപോലെ വനിതകൾക്ക് ബസ്സിൽ ഫ്രീ കൊടുക്കുന്നതായാലും മതി. അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ്, പ്രത്യേകിച്ച് UDF ഗവൺമെൻറ്, അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് വേണം ഇനി അനീതിക്കെതിരെ എഴുതാൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അപ്പോൾ അവർക്കെല്ലാം ഓരോരോ താല്പര്യം. കാരണം ബാബരി മസ്ജിദ് പൊളിച്ച് അയോധ്യ ക്ഷേത്രം പണിഞ്ഞെടുത്ത് 1000 കോടിയുടെ അഴിമതി നടത്തപ്പോൾ ചില സംഘപരിവാർ നേതാക്കൾ പറയുന്നത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെ പണമാണ്, ഹിന്ദുക്കൾ തന്നെ കെട്ടെടുത്താൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്താ പ്രസിദ്ധം, ഞങ്ങൾക്ക് പരാതിയില്ല എന്നൊക്കെ ഏതോ മഹാന്മാർ പറഞ്ഞു. പണ്ട് CH മുമ്പയുടെ ആഭ്യന്തരമന്ത്രി ആയപ്പോഴേ പോലീസ് തല്ലിയപ്പോഴ് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ പോലീസ് ഞങ്ങളില്ല, നിങ്ങൾക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞായിട്ട് പറയാറുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്തുകൊട്ടെ, അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തെറ്റല്ലേ? അത് കാലാവധി ഉണ്ടോ? തെറ്റ് തിരുത്താൻ കാലാവധി കൊടുക്കാൻ പാടില്ല. അറ്റ് എ ടൈമാണ്, ആ സമയത്ത് ചെയ്യണം. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ സുധീറിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ നിലക്കും പല കാര്യത്തിലും ചില ആദർശത്തിൻ്റെ പേരിൽ ചില പോയിന്റ് പറയുമ്പോൾ തെറ്റാണ്. ഉദാഹരണം പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സഖ്യം ഉണ്ടാക്കിയപ്പോൾ അന്ന് സുധീരൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞ്, അദ്ദേഹം പറഞ്ഞത് തെറ്റൊന്നുമില്ല. അത്ര കണ്ട് BJPകൾ മോശമായ രീതിയിലാണ് ശിവസേന അന്ന് മഹാരാഷ്ട്രയിൽ പ്രതി ബോംബെയിൽ പ്രവർത്തിച്ചത്. അതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ആ നിലയ്ക്ക് കോൺഗ്രസ് അവരായിട്ട് സഖ്യം വേണ്ട എന്ന് സുധീരൻ പറഞ്ഞ് തെറ്റില്ല. പക്ഷേ ചില കാര്യങ്ങൾ തെറ്റ് തിരുത്താൻ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളത് സമ്മതിക്കണം. മാന്യമായ അമിക്കബിൾ സെറ്റിൽമെൻറ്റ് വന്ന് നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് അതിലെ എതിർപ്പ് പുള്ളിയുടെ കൊടുത്ത ദൂഷ്യത്തുകാർ ഗുണമായിരുന്നു, എതിർപ്പ് ദൂഷ്യമായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അച്യുതാനന്ദൻ്റെ നമ്മൾ ഈ BDJS ഉണ്ടാക്കിയപ്പോൾ UDFിലോ LDFിലോ ചേർത്ത് ഒരു 4-5 സീറ്റ് കൊടുത്ത് SRPക്ക് ഇവിടെ 2 മന്ത്രിമാരും 2-3 സീറ്റ് കിട്ടിയതാണല്ലോ. 4 സീറ്റ് കൊടുത്ത് അതിൽ ജയിക്കാൻ ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് അവർ കോൺഗ്രസ്സിലോ കമ്മ്യൂണിസ്റ്റോ മുന്നിൽ നിർത്താമായിരുന്നു. അത് ഏക തടസ്സം സുധീരൻ കോൺഗ്രസ് സമ്മതിച്ചില്ല, അത് മരിച്ചു അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് സമ്മതിച്ചില്ല. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനൊക്കെ സമ്മതമായിരുന്നു. അപ്പം അതിനെതിരെ ക്ഷീണം പറ്റി അവർ BJPയിലേക്ക് പോയത് കൊണ്ടാണ് BJP കുറച്ച് അനക്കം വന്നത്. വലിയ വളർച്ചയല്ല, ചെറിയ അനക്കം വന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ അന്നത്തെ ഈ നേതാക്കൾ കാണിച്ചില്ല. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം എന്തിനും പ്രായോഗിക ബുദ്ധി വേണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, സൈഡ് എഫക്റ്റ് എന്തൊക്കെ അറിഞ്ഞിട്ട് വേണം അത് പറയാൻ തീരുമാനിക്കുക. അതിലാണ് മറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പ്രധാന പോയിന്റാണ് പറയാൻ പോകുന്നത്. ഒന്ന്, രാഷ്ട്രീയം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യം അമേരിക്കയാണെങ്കിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ നിന്ന് ജനാധിപത്യം തൻ്റെ ചക്രശ്വാസം മരണമണി മുഴുകിക്കൊണ്ടിരിക്കുക. അതുപോലെ ഗഡ്ജൂലി, നമ്മുടെ സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഗഡ്ജു, അദ്ദേഹത്തെ ഖൊമേനിയുടെ ആ മരണാനന്തര ചടങ്ങിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിന് ക്ഷണിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകം ക്ഷണിച്ചത്. അദ്ദേഹം മറുപടി കൊടുത്തത് എനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടോട് വരാൻ പറ്റില്ല, എങ്കിൽ നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനവും ആശംസയും നേരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പറഞ്ഞിട്ടുണ്ട് പോയിട്ട്. അതുപോലെ
ജനാധിപത്യം വളരെ അപകടത്തിലാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇനി ഇങ്ങനെ ചിന്തിക്കാനുള്ള അവസ്ഥ ആയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ ചിന്തയെക്കുറിച്ച് ഇന്ന് എൻ്റെ വിഷയം. അത് സർവകക്ഷികളെ പങ്കെടുപ്പിച്ചുള്ള ഒരു കൂട്ടായ ഭരണ രീതി. ഇത് ഞാൻ മൊയ്തീൻ ഷാ ആദ്യമായിട്ട് പറഞ്ഞ മുമ്പ് നേരത്തെ പലരും പറഞ്ഞു. അവർ പറഞ്ഞിങ്ങനെ പാർട്ടിയുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കൊറ്റ മത്സരിച്ച് ജയിച്ച് കിട്ടുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് പങ്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിലൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ജനാധിപത്യ പാർട്ടിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആകെ ഭയപ്പെടുന്നത് ആ പബ്ലിക് ഇലക്ഷൻ നേടാനുള്ള പരീക്ഷ കുട്ടി എഴുതാൻ തയ്യാറാകുമ്പോൾ പേടി പോലെയാണ്. ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അറ്റംപ്റ്റാണ് അവർക്ക് ആകെ ഭയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയവും ജയിച്ചു കഴിഞ്ഞാലില്ല. അത് നമ്മൾ ഇല്ലാതെ വന്നാൽ ഈ സീറ്റ്, ഉദാഹരണം പറഞ്ഞാൽ RJD എന്നൊരു പാർട്ടി ജയിച്ചു. അവർക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികൾ നോക്കുമ്പോൾ 10% സീറ്റ് വോട്ടിൻ്റെ അടിച്ച് നോക്കി കിട്ടുവയ്ക്കുക, അല്ല 10 സീറ്റ് കിട്ടുവയ്ക്കുക. ഈ 10 സീറ്റ് അവർക്ക് വിൽക്കാം. ഞാൻ RJD ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാതെ 1500 കോടിക്കൊക്കെ MP-മാരെ വിലക്കെടുക്കുന്ന, MLA-മാരെ വിലക്കെടുക്കുന്ന ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇരിക്കുക, എൻ്റെ പാർട്ടിക്ക് ഞാൻ 5 സീറ്റ് കിട്ടിയിട്ടുണ്ട്, അത് പണമായിട്ടുള്ളത് വന്നാൽ ഏറ്റവും പരം നമുക്ക് വിൽക്കാൻ വേണ്ടി കോളേജുകളിലൊക്കെ ഇപ്പോൾ അധ്യാപകരെ വിൽക്കും പോലെ, അധ്യാപക പോസ്റ്റ് വിൽക്കും പോലെ. അങ്ങനെ അപകടം ഉള്ളതുകൊണ്ട് ആണ് അതിനെ അന്ന് ആദ്യത്തെ ആൾക്കാർ, അന്ന് ബുദ്ധിജീവികൾ എതിർത്തത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് അങ്ങനെ അത് അപകടം, അത് സത്യം തന്നെയാണ്. പക്ഷെ അതിന് 2 ഇലക്ഷൻ വരുന്നുള്ളൂ. ട്രെയിൻ പോയി ചിലവാക്കുമ്പോൾ നൽകട്ടെ. ഒന്ന്, ആദ്യമായിട്ട് അമേരിക്കൻ ടീമിലെ പ്രാഥമിക തെരഞ്ഞെടുപ്പ്. പ്രാഥമിക തെരഞ്ഞെടുത്താണ് പാർട്ടികൾക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു 50 രജിസ്റ്റേർഡ് പാർട്ടി എന്ന് വിചാരിക്കാം. ആ പാർട്ടിക്ക് എല്ലാവർക്കും ഈ പിന്നെ ഇതിൽ പ്രാഥമിക വെച്ചാൽ പങ്കെടുക്കണമെന്നില്ല. പങ്കെടുത്താൽ അവർക്ക് വോട്ട് ചെയ്യാം, ഒറ്റ വോട്ട് വാങ്ങിക്കാം. ഒറ്റക്കൊട്ട് വോട്ട് വാങ്ങിച്ചിട്ട് ഏതെല്ലാം പാർട്ടിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയോ അത്രയും ശതമാനം സീറ്റിൻ്റെ എണ്ണം അവർക്ക് അലോട്ട് ചെയ്യണം. ആ പാർട്ടി അതൊരു കൺസോർഷ്യം പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, സർക്കാരിൻ്റെ ഏജൻസി അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻസി എടുത്ത് ഒരു നിഷ്പക്ഷമായ കമ്മിറ്റി എടുക്കണം. അത് ചർച്ച ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട്. അത് ഇപ്പോൾ പ്രാഥമിക ചർച്ച ചെയ്യുന്നത്. അങ്ങനെ എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ RJD കാര്യം പറഞ്ഞു. RJDക്ക് 5 സീറ്റ് കിട്ടി. 5 സീറ്റിൽ ആര് മത്സരിക്കുന്ന RJD പാർട്ടി തീരുമാനിക്കാം. പക്ഷേ അത് ഇലക്ഷൻ നേരിടണം. അപ്പം ജയിക്കാൻ സാധ്യതയുള്ളവർക്കല്ലേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കില്ലല്ലോ. അവിടെയാണ് അതിൻ്റെ ആ പോയിന്റ് ഇരിക്കുന്നത്. ലോ പോയിന്റ് ഉള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇലക്ഷൻ നേരിടണം. ആ ഇലക്ഷൻ നേരിട്ടിട്ട് വോട്ട് കിട്ടിയ ആളെ പ്രഖ്യാപിക്കാം ജയിച്ചായിട്ട്. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ, ഈ പാർട്ടി സർവകക്ഷിയാണ്. അതിൽ നിന്നൊരു മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ കക്ഷിയും സഹകരിച്ച് മുന്നോട്ട് പോകും. എന്താ വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് 150 കോടിയോളം ജനങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാം സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള സാമൂഹിക അല്ലെങ്കിൽ പിന്നെ നമുക്ക് സന്നാഹമുണ്ട്, അതിൻ്റെ സമ്പത്തുണ്ട്. ഭൂപ്രകൃതി അനുസരിച്ച് ഭൂജല സമ്പത്തുണ്ട്. പക്ഷെ അത് ഇന്ന് വേണ്ടതിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പട്ടികയിൽ ഭരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 2 കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് വർഷങ്ങൾക്ക് മുൻപ് 18 കോടി രൂപ ഒരു മരുന്നിന് വേണ്ടി ഒറ്റ ദിവസം പിരിച്ചെടുത്ത്. ഇന്നലെ ഒരു കുട്ടിയോട് 16 കോടി രൂപ 3 ദിവസം പിരിച്ചെടുത്ത്. അപ്പോൾ അത്ര വിശാല മനസ്കരായ ആൾക്കാരാണ് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ. ഇതെല്ലാം മലയാളികൾ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചിട്ട് സ്ഥാനമാനം പങ്കിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് സമ്പത്തുണ്ട്. ആ സമ്പത്ത് തുല്യമായിട്ട് വീതിച്ചാൽ ഇവിടെ എല്ലാവർക്കും സുഭിക്ഷമായിട്ട് കഴിയാനുള്ള സാഹചര്യമുണ്ട്. ഏറ്റവും വലിയ സമ്പത്ത് ജനസമ്പത്താണല്ലോ. ആരോഗ്യമുള്ള യുവാക്കൾ, ആരോഗ്യമുള്ള മനുഷ്യരാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് ഈ ലോകത്ത് 1ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിനിപ്പോൾ നമ്പർ 1 സമ്പത്ത്. ഇനി ഭൂപ്രകൃതി ആണെങ്കിലും നമ്മൾ സമ്പത്തുണ്ട്. പല നിക്ഷേപങ്ങളെല്ലാം ഭൂമിയിലുണ്ട്. അതെല്ലാം ഒരേ രീതിയിൽ കൈകാര്യം ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 150 കോടിയോളം ജനങ്ങൾക്കും സുഭിക്ഷമായിട്ട് കഴിയാൻ ഒരു അല്ലലും അലട്ടില്ല, ഒരു വർഗീയതകളില്ല, ഒന്നും. കാരണം എല്ലാവർക്കും ജീവിക്കാൻ അവസരം കിട്ടല്ലേ. അവിടെ ഒരു തർക്കത്തിന് ആവശ്യമില്ലല്ലോ. എനിക്ക് കൂടുതൽ വേണം, മറ്റു കൂടുതലൊന്നും വേണ്ടല്ലോ.
അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാലെന്താ? ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് തമ്മിൽ തല്ലി, അറിയാലോ നിങ്ങൾ, ഈ സമരത്തിന് അല്ലെങ്കിൽ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്തെല്ലാം പാടുപെടുന്നത്. അവസാനം TM ജയിക്കും, ഉദാഹരണം അജിത് ജയിക്കൊക്കെ അവസാന നാളിൻ്റെ ആയുസെത്തി മരിച്ചില്ല, അസുഖം വന്ന് പല മറിച്ചുപോയി. എന്തൊരു ടെൻഷൻ ഇലക്ഷനൊക്കെ. അതുപോലെ അങ്ങനെ നമ്മൾ സേവിയർ അറക്കൽ കിഡ്നി കംപ്ലൈൻറ്റ് വന്നിട്ട് അദ്ദേഹത്തെ ഇലക്ഷൻ എത്തി, അതുകൊണ്ട് തന്നെ വേഗം മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കില്ല. നമ്മുടെ IBയുടെ അപ്പം ജോർജിയുടെ സാറ് എന്ത് നേടിയവർ? നാം എന്താണ് ഈ ലോകത്ത് നേടാനുള്ളത്? ഇങ്ങനെ അധ്വാനം മുഴുവൻ ചെയ്ത് എന്തെങ്കിലും സമ്പാദിച്ച് വരുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വിശ്രമായി, നാട്ടിൽ നിന്ന് ഒഴിവായി, വീട്ടിൽ നിന്ന് ഒഴിവായി, ഒറ്റപ്പെട്ട് അങ്ങനെ ഏകാന്തതയിൽ ഇരുന്ന് ജീവിതം അവസാനിച്ച് മണ്ണിലേക്ക് പോവാണ്. അത് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. ഭരണകക്ഷിയിലും പ്രതിപക്ഷമാണെങ്കിലും എത്ര കോലാഹലം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പിടിച്ചെടുക്കാനും ഭരണം കളയാനും വേണ്ടി എന്തെല്ലാം കോലാഹലം. അതിൽ അസംബ്ലി പിന്നെ സംസ്ഥാന ഭരണം എന്തൊരു അന്യായമായിട്ട് ന്യായമല്ലാത്ത എത്രയോ കാര്യങ്ങൾ പറഞ്ഞാണ് കൊലയും നടത്തുന്നത്. ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ജാഥയിൽ പോയി പങ്കെടുത്തവരൊക്കെ അറ്റാക്ക് വന്നും ആ സംബന്ധിച്ച് എത്ര പേര് വെച്ചിട്ടറിയോ? എല്ലാം അറിയുന്നുണ്ടോ? എന്നിട്ട് അധികാരം വേണം, ഇതെല്ലാം ചിന്ത കിട്ടും. ഈ ഒരു ചാൻ വയറ് നമുക്ക് ആവശ്യമുള്ളൂ, അതിന് നടക്കാനുള്ള ആവശ്യമുള്ളൂ. ജീവിക്കാൻ വേണ്ടി അതിന് 3 ഭക്ഷണം ആവശ്യം, ബാക്കി ഒരു ഭാഗം വെള്ളവും ഒരു ഭാഗം കാലിയാണ്. അതിന് വേണ്ടിയാണോ നമ്മൾ ഈ കോലാഹലം എടുത്ത് ഇത്രയും ടെൻഷൻ എടുക്കുന്നത്? കിടന്നാൽ ഉറക്കം വരുന്നുണ്ടോ? ഇന്ദിരാഗാന്ധിക്ക് CPM മിൽസ് കഴിച്ചാൽ വാങ്ങിക്കൂടിയെന്ന് പറഞ്ഞേ, അത്ര ടെൻഷനിലായിരുന്നു നമുക്ക് അവസാന കാലമായപ്പോഴും. ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷം എന്നാ ഉൾപ്പെടെ എല്ലാം എന്തൊരു ടെൻഷനാണ്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? നമ്മൾ നോട്ട് അധികരിച്ചാൽ നമുക്ക് പൂരപ്പൊടി തിന്നാൻ പോലും പറ്റില്ല. ഒരു പ്ലാവിലാണെങ്കിൽ നമുക്ക് 2ആക്കി കട്ട് ചെയ്താൽ അതുകൊണ്ട് പൂരപ്പൊടി തിന്നാം. അതുപോലെ നോട്ടിനെ കൊണ്ട് നടക്കില്ല. എന്നാൽ നോട്ട് ഇല്ലാതെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞ്, നാം റോഡ് നടന്നു പോകുന്നു, ഒരു മണി സമയം കഴിഞ്ഞ് നമുക്ക് ശക്തം വിശപ്പുണ്ട്, അപ്പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ബിരിയാണിയുടെയും ചിക്കൻ ഫ്രൈയുടെയും ഒക്കെ സ്മെല്ല് വരുന്നു, 10-20 കൊടുക്കുക, കാശില്ലെങ്കിൽ നമ്മൾ വട്ടം കറങ്ങും. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അത് പണം വേണ്ടതല്ല, അത്യാവശ്യം പണമില്ലെങ്കിൽ പിണം തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇത് വല്ല ഉപയോഗമുണ്ടോ? ഇപ്പം ഇന്ത്യയിൽ തന്നെ എത്രായിരം കോടി രൂപ ഒളിപ്പിച്ചും സ്വിസ് ബാങ്ക് പോലുള്ള സ്ഥലത്ത് കിട്ടറിയോ? നമ്മൾ ഇന്ത്യയിലേക്ക് വെച്ച് കേരളത്തെ നേതാക്കളൊക്കെ ബിസിനസ്സുകാരൊക്കെ ആരെന്ത് നേടി? ചില പത്രസ്ഥാപനങ്ങൾ കോടാനുകോടി രൂപ സമ്പാദിക്കുന്നുണ്ട്, കോടാനുകോടി രൂപ വിദേശത്ത് ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ഇനി എടുക്കാൻ പറ്റില്ല, എടുത്ത ആളറിയില്ലേ? എന്നിട്ടും എല്ലാ കൊല്ലവും പരസ്യ ഒരു കൂട്ടാണ്. 10%, 12%, 15% പരസ്യ ചാർജ് കൂട്ടാണ് എല്ലാ കൊല്ലവും. ഓരോ ഏപ്രിൽ 1-ാം തീയതി 10-20% കൂട്ടും. കാശ് കുന്നുകൂടി എന്ത് ചെയ്യുന്നറിയില്ല, സ്വിസ് ബാങ്കിൽ കിടക്കാണ്. ഒരാൾ മാത്രമല്ല, അങ്ങനെ 100 കണക്കിന് കോടീശ്വരന്മാർ. അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? എടുത്ത് നമ്മൾ അറിയും. അത് കൊണ്ടുവന്ന് നമുക്ക് പാവപ്പെട്ടവർ കൊടുക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ജനങ്ങളറിയില്ലേ? അല്ലെ സർക്കാർ അറിയും. അവസാനം സമ്മാനം പണം ജയിലിൽ കിടക്കും, അവിടെ കിടക്കും. സ്വിറ്റ്സർലൻഡ് പോലെ രാജ്യങ്ങൾ സുഖം, അവർക്കും അതൊക്കെ കൈകാര്യം ചെയ്യാം. എത്ര കണക്കില്ലാത്ത കോടി രൂപയാണ്. ഇതൊക്കെ മനസ്സിലാക്കാത്ത രാഷ്ട്രീയക്കാരെ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടിയാണോ, നിങ്ങൾക്ക് വേണ്ടി ആണോ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണോ? ഒരു കുടുംബത്തൊക്കെ ജീവിക്കാൻ എത്രായിരം രൂപ വേണം? ഇത് കോടിക്കണക്കിന് രൂപ പല സ്ഥലത്ത് നിക്ഷേപമായിട്ടും അറിയാതെ അറിഞ്ഞും ഒക്കെ ഈ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയിരിക്കുക. ഏതെങ്കിലും രീതിയിൽ കൂടി വാങ്ങിക്കണമെങ്കിൽ അത് അഴിമതിയാവുമല്ലോ. എന്നിട്ട് എന്തെങ്കിലും മനസ്സാക്ഷി കുത്തോ? അവസാന നിമിഷം നക്ഷത്രണ്ടി കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞല്ലാതെ. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടത്, ഉമ്മൻചാണ്ടി സാറൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നത്. വേണ്ടത്ര വിശ്രമമില്ലാതെ, ഭക്ഷണം കഴിക്കാതെ, ആസ്വദിക്കാതെ, അവസാനം അസുഖം വന്ന് കിടന്നപ്പോൾ പുള്ളി മുകളിലേക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കി ഇങ്ങനെ ആലോചിച്ച് കിടക്കുക ഞാൻ കണ്ടു. പടച്ചവനെ, ദൈവമേ, ഈശ്വര, എനിക്കൊന്നും വരാതിരിക്കണേ, അങ്ങനെ അവസരം വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ അദ്ദേഹത്തെ പോലെ പണക്കാരൻ അല്ലെങ്കിൽ നേതാവായിട്ടില്ല. ഒരു അവസ്ഥ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പുള്ളി പള്ളിയിൽ നിൽക്കുകയാണ്. പുള്ളി നാട്ടിലെ പള്ളി, പുതുപ്പള്ളിയുടെ പുതുപ്പള്ളി. ആ ഷർട്ട് തേക്കാതിട്ടൊക്കെ കഥ ഷർട്ട്, തേക്കാത്ത കഥ ഷർട്ടും കിട്ടാൻ അറിയാമല്ലോ എന്തുമാത്രം മോശമായിരിക്കും. ഇത് എന്തിനു തേക്കണം? ഇന്നലെ നാളെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്ക് എന്തിനു തേക്കണം? വീട്ടുകാർ വിചാരിച്ചാലും അദ്ദേഹം വിചാരിച്ചാലും
എന്നാൽ പബ്ലിക് ടി വിയിലേക്ക് വരുന്നതാണ്. ആ ഷർട്ട് തേക്കുക, ആ മക്കൾ ശ്രദ്ധിച്ചോ, ഈ ചാണ്ടി ചെയ്തോ, ഒരു മകൻ 2 പെണ്ണല്ലേ ഉള്ളൂ, ആ ചാണ്ടി ശ്രദ്ധിച്ചോ, അപ്പോൾ ഷർട്ട് തേച്ചിട്ടില്ലെന്ന് മരിച്ചു ഒരാഴ്ചക്കുള്ള അത് അവകാശം നമുക്ക് കിട്ടി. MLA ആകാൻ നോക്കിയല്ലോ, MLA ആയില്ലോ, 2 പ്രാവശ്യമായി. ആദ്യം ജയിച്ചു, പിന്നെ 2ാമത് ജയിച്ചു, മന്ത്രി ആയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് അവസ്ഥ. ഏത് കണ്ണിലൂടെയാണെങ്കിലും തനിക്ക് താരം പുരക്ക് തൂണുമാണ്. ഏത് അച്ഛനിലും മക്കളാണെങ്കിലും ഒരു പരിധി കൈ തീർന്നു. അവിടെ തനിക്ക് എപ്പോഴും താൻ തന്നെയാണ് പുരക്ക് ഉറപ്പ് തൂണാണെന്ന് പറയും പോലെയാണ്. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും പൊതുക്കരുത് കാരണന്മാർ പറയും. മാവിൻ്റെ പൂ കണ്ട് വെച്ചാൽ അത് കരിഞ്ഞു പോകാം ചിലപ്പോഴും, എല്ലാം അല്ല. മക്കളാണെങ്കിലും ഉപകാരം കിട്ടുന്നില്ല, ഉപകാരം കിട്ടുന്ന മക്കളുണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ ചിലർക്ക് അങ്ങനെ ഇല്ലാത്തവരുണ്ട്. ഇതാണ് അവസ്ഥയെങ്കിൽ നമുക്ക് പുതിയൊരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. ആ സംവിധാനമാണ് സർവകക്ഷി നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം. അതാർക്കും അസമത്വമില്ല, സമത്വമാണ്, നീതിയാണ്. ആരെയും ഭയപ്പെടേണ്ട, മാന്യമായിട്ട് ജീവിക്കാം. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ എന്താണെന്ന് ചോദിക്കണേ, ഈ രാഷ്ട്രീയക്കാർ നമ്മളെ സ്വന്തം അപ്പൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആപ്പ പിതാവ് സുഖിലാഞ്ഞാൽ ഒരു ദിവസം കാത്തിക്കാൻ മക്കൾക്ക് സമയമില്ല. പക്ഷെ ആ മക്കൾ സ്വന്തം നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ആഴ്ച വേണമെങ്കിൽ പട്ടിണി എടുക്കും, ഒരു മാസം വേണമെങ്കിൽ പട്ടിണി എടുക്കും, ഒരു മാസം ഉറങ്ങാതിരിക്കും. സ്വന്തം അച്ഛനും അസുഖം വന്നാൽ ചെയ്യില്ല. അത്ര ബഹുമാനമാണ് നേതാക്കളോട്, കടപ്പാടാണുള്ളത്. അത്ര കടപ്പാടൊന്നും അച്ഛന്മാരുടെ മക്കൾ ഇല്ല. എന്തുവാകട്ടെ, നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർ വളരെ കഴിവുള്ളവരാണ്. കാരണം അവർ ചില കാര്യങ്ങളൊക്കെ നേടാണ്ടല്ലോ, അപാര കഴിവാണ് രാഷ്ട്രീയത്തിൽ. ആ കഴിവ് നല്ല രീതിയിൽ വിനിയോഗിച്ച് പബ്ലിക്കിനും അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചാൽ എത്ര നല്ലതാണ്. ഇപ്പോൾ RSS പറയുന്നു എൻ്റെ ലോകത്തെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് അല്ലെങ്കിൽ സാംസ്കാരിക സംഘടന. നമുക്കതൊക്കെ അംഗീകരിക്കാം. പക്ഷെ അവരുടെ കഴിവ് ആറ്റത്തെ കഴിവ് പോലെയാണ്. ആറ്റം ഇപ്പോൾ 10,000 പേര് പണിയെടുക്കുന്ന ഒരു മല തകർക്കാൻ ഒരു നിമിഷം മതി ആറ്റമുണ്ട്. അതിൽ 10,000 ആൾക്കാരെ കൊല്ലാൻ നിമിഷം മതി. അപ്പോൾ അതിൻ്റെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. ചീത്ത വശം മാറ്റി വെച്ചിട്ട് സംഘപരിവാരം നല്ല വശം നമ്മൾ എടുക്കുക. എന്നാൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുക, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി, രാജ്യം നന്മ ചെയ്യാൻ വേണ്ടി, അല്ല ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയില്ല. മനസ്സിലായില്ലേ? അതാ ചിന്തിക്കേണ്ടത്. അത് ഉത്തര കൊറിയയിൽ മുസ്ലിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകം പള്ളി വളർന്ന് വാങ്ങുവിളിക്കാൻ സംവിധാനം, അവർക്ക് സമയമൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കുകയാണ് ഉത്തര കൊറിയയിൽ. ഒരു ചെറിയ രാജ്യമാണ് എന്നല്ല, അവർ നമ്പർ 1 ആയുധത്തിൽ നമ്പർ 1 ഉണ്ട്. അതേ സ്ഥാനത്ത് എൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയിൽ വാങ്ങി വിളിക്കാൻ പാടില്ല. ആ ശബ്ദം കേൾക്കാൻ അലർജിയാണ്. എന്തൊരു വിരോധാഭാസം, എന്തൊരു അഭംഗിയും അശാസ്ത്രീയമാണ് ആ ചിന്ത തന്നെ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഞാനൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ താമസിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് വെളുപ്പിനൊരു ഭജന ഉണ്ടല്ലോ, എന്തൊരു ആസ്വദിച്ച് ഞങ്ങൾ കിടന്നത്. പള്ളിയിൽ വാങ്ങി എങ്ങനെയാണ് ഞങ്ങൾ ആസ്വദിക്കുക, അതുപോലെ തന്നെ ആ ഭജന അത് പാടുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഹിന്ദി നടിയൊക്കെ ഹിന്ദി നടിയൊക്കെയാണെന്നുണ്ട് പാട്ടുണ്ട്. നല്ല കീർത്തനം, നല്ലതാണ്. അത് ചർച്ചിലെ പാമരനാം എന്നൊക്കെ ആ പാട്ടുണ്ടല്ലോ, ആ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് യേശു പറഞ്ഞത്, അത് കേൾക്കും. നമുക്ക് എന്തൊരു മനുഷ്യ കുളിർമയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ കുളിർമ ഉണ്ടായി ആസ്വദിക്കേണ്ട ഇന്ത്യയിൽ വാങ്കുളി കേൾക്കാൻ പാടില്ല, ആ ശബ്ദം കേൾക്കുന്ന അലർജിയാണ് എന്ന് പറയാം. ശരീരം മുഴുവൻ മറക്കുന്നതാണ് ആരോഗ്യം നല്ലതെന്ന് അമേരിക്ക ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തപ്പോഴാണ്. ഇത് തുറന്ന് ഓപ്പൺ നടക്കുന്നത് ആരോഗ്യം സൗന്ദര്യം നല്ലത്, ശരീരം മുഴുവൻ മറക്കുന്നതാണ്. ഒരു പൊതിയാത്ത മിഠായി, ഒരു പൊതിഞ്ഞ മിഠായി എടുത്താൽ പൊതിഞ്ഞ മിഠായിക്കാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞ പോലെ അതാണെന്ന് അമേരിക്ക പറഞ്ഞത്. ഇവിടെ എന്താണ്, തല ഒന്ന് മറച്ചു പോയാൽ അത് തെറ്റ്. ശരീരം കാണിക്കാതെ, വയറ് കാണിക്കാതെ, കുണ്ടി കാണിക്കാതാണ് അത് പഴഞ്ചൻ രീതി. എന്തൊരു സംസ്കാരമുള്ളൂ നമ്മുടെ ഇപ്പോൾ ഇന്ത്യക്കാരുടെ സംസ്കാരം. ആർഷഭാഷ സംസ്കാരത്തിൽ പെടുവോ? സനാതനധർമ്മത്തിൽ ഇത് പെടുവോ? സനാതനധർമ്മത്തിൽ ആർഷഭാഷത്തിലൊക്കെ സ്ത്രീകൾ തലവേലും മറച്ചു നടക്കാറുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകൾ ഇന്നുകൊണ്ട് വടക്കേ ഇന്ത്യയിലേക്ക് സ്ത്രീകൾ ഇപ്പോഴും സാരിച്ചൽപ്പെട്ട് തല ഇന്നൊക്കെ അത് തല മറച്ചു നടക്കണമല്ലോ. ഇവിടെ ഒരു മുസ്ലിം സ്ത്രീ തല മറച്ചാൽ അത് വലിയൊരു അപരാധമാണ്, രാജ്യദ്രോഹമായിട്ട് പറഞ്ഞത്. പക്ഷേ തല മറക്കുന്നതിന് വേണ്ടി ഈ മുഖം മറക്കുന്ന രീതിയിലല്ല, മുഖം കാണിച്ചു അതിനൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴും അവിടെ കുറച്ച് അറബികളൊന്നും താമസിക്കണം.
ഈ ചികിത്സിക്കുന്ന അവർ. അപ്പോൾ അവരെ സ്ത്രീകളെ കണ്ട് അവരും ഇതുപോലെ മുഖം മറിച്ചാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ, അതായത് ഇസ്ലാമിക വീക്ഷണിച്ച് മുഖം പോലും അന്യ പുരുഷൻ കാണാൻ പാടില്ല, അതാണ് ഇസ്ലാമിക ചിന്താഗതി വീക്ഷണം. ഞാൻ എതിർക്കാനൊന്നും പോയില്ല. പക്ഷേ അതൊക്കെ സൗദി അറേബ്യയിൽ ഇന്ത്യയെ പോലെ വ്യത്യസ്ത ഒരു ചിന്താഗതിയുള്ള സ്ഥലമാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിർത്തമാണ്. പള്ളിയിൽ മുസ്ലിയാർ, ചെറുപ്പക്കാരൻ മുസ്ലിയാർ ഇമാമത്ത് കാണും, അവിടെ ഉസ്താദ് ജോലിയാണ്. ഇത് രാത്രി കിടന്നപ്പോൾ അദ്ദേഹത്തിന് സ്കല്ലുണ്ടായി കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് മുസ്ലിങ്ങൾ. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും വാങ്കുളി കേൾക്കുന്നു. വാങ്കുളിച്ചാൽ പിന്നെ 2 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഉള്ളൂ. കുളിക്കാൻ സമയം കിട്ടിയില്ല. അത് ചെന്ന് ഒന്നും എടുത്ത് ഇമാമത്ത് കേൾക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവോട് അനുമ്പായിട്ടും ദ്വാച്ചോടെ, പടച്ചവനെ ഞാൻ അറിയാമല്ലോ, ഞാൻ ചെറുപ്പമാണ്, എനിക്കൊരു ഇങ്ങനെ സംഭവിച്ചു പോയി, കുളിക്കാൻ സമയം കിട്ടില്ല, എന്നോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും. കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് കേൾക്കും, കറക്കട പന്നീടെ പോലെ പുറത്തുനിന്ന് പറയില്ലേ. അപ്പം അതുപോലെ രീതിയിൽ വരാതെ നമ്മൾ മാതൃകയായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.